ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നൊരു യാത്ര പോവാണ്. നമ്മള് കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് ഇങ്ങനെ പോണം എന്ന് വിചാരിച്ചോണ്ടിരുന്ന ഒരു സ്ഥലത്തോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ടാ പോകുന്നേ? നമ്മള് പോകുന്നു വണ്ടർല, കൊച്ചി വണ്ടർലയിലോട്ടാണ് നമ്മൾ പോകുന്നത്. പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വരാം. അടിച്ചു പൊളിച്ച് അറുമാതിച്ചിട്ട് വരാം. അപ്പൊ നമ്മള് ഇന്ന് വണ്ടർലായി പോകുന്നത് ഒരു ഓഫറിലാണ്. ഓഫർ എന്താന്ന് ചാച്ചി പറയാവോ? അതായത് എന്റെ ബർത്ത്ഡേ ഈ മാസം മാർച്ച് 25-ാം തീയതി ആയിരുന്നു, കഴിഞ്ഞ ദിവസമായിരുന്നു. അപ്പം വണ്ടർലയിൽ നമുക്ക് ബർത്ത്ഡേ ഓഫർ ഉണ്ട്. അതായത് ബർത്ത്ഡേയുടെ മാസം നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടിക്കറ്റിന് ഒരു ടിക്കറ്റ് ഫ്രീ. അങ്ങനെ നമ്മൾ ആ ഓഫറിലാണ് ഇന്ന് വണ്ടർലയിൽ പോകുന്നത്. നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകാൻ പറ്റും, നേരിട്ട് എടുക്കാൻ പറ്റില്ല. ഓൺലൈനായിട്ട് നമുക്ക് ടിക്കറ്റ് അങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ അതെന്തുകൊണ്ട് നല്ലതാണ്, നമുക്ക് ബർത്ത്ഡേ മാസം അടിച്ചു പൊളിക്കാം. താങ്ക് യു വണ്ടർല ഫോർ ദി ഓഫർ. അപ്പൊ നിങ്ങളും ഈ ഓഫർ ഉപയോഗപ്പെടുത്തുക അല്ലേ? അതെ. അങ്ങനെ നമ്മൾ വണ്ടർലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ലൊക്കേഷൻ വരുന്നത് പള്ളിക്കര, കൊച്ചിയിലുള്ള ഒരു സ്ഥലമാണ്. കൊച്ചി സിറ്റിയിൽ നിന്നും 15 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് വണ്ടർല എന്നൊക്കെ പറഞ്ഞാൽ സെറ്റ് ആവത്തില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വീഗാലാൻഡ് ഫാൻസ് ആണ്. ആ ഒരു പേര്, ആ ഓമനത്തം തുളുമ്പുന്ന വീഗാലാൻഡിന്റെ ആ ഒരു ആനയുടെ ചിഹ്നവും ഒക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ക്യൂട്ടും ടുണ്ടുടുമണിയായിട്ടുള്ള ആ ഒരു കുട്ടിയാനയുടെ രൂപം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. എന്തുകൊണ്ടാണ് ആ പേരും ലോഗോയും ഒക്കെ മാറ്റിയതെന്നുള്ള ഒരു ചോദ്യചിഹ്നമായിട്ട് ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നു. എന്തായാലും സ്ഥലം പഴയത് തന്നെ. വൺസ് അഗെയിൻ എല്ലാവരുടെയും ഫേവറേറ്റ് സ്പോട്ട് ആയിട്ടുള്ള വണ്ടർല. ഈ ഒരു മൊമെന്റ് ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ്. അപ്പൊ നിങ്ങൾ റെഡിയല്ലേ ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യാൻ? ഫൈനലി നമ്മളങ്ങനെ വണ്ടർലയുടെ എൻട്രൻസിന്റെ അവിടെ എത്തി. സിമ്പിൾ പ്രൊസീജിയേഴ്സ് ആയിരുന്നു. നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അതറിയാമല്ലോ, ബർത്ത്ഡേ ഓഫർ ടിക്കറ്റ് ഓൺലൈൻ മാത്രമേ ലഭിക്കുകയുള്ളൂ. നമ്മൾ അങ്ങനെ ആ ടിക്കറ്റ് അവിടെ കാണിച്ചു. ഉടൻ തന്നെ അവർ ഗേറ്റ് ഓപ്പൺ ആക്കി തന്നു. അങ്ങനെ നമ്മൾ മന്ദം അകത്ത് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വാവ്. അപ്പൊ നെക്സ്റ്റ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ലോക്കർ ഫെസിലിറ്റി നമുക്ക് അത്യാവശ്യമായിട്ട് എടുക്കണം. നമ്മുടെ ബിലോങ്ങിങ്സ് ഒക്കെയും സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അത് അത്യാവശ്യമാണ്. ലോക്കർ നമുക്ക് ജെൻസിന്റെയോ അല്ലെങ്കിൽ ലേഡീസിന്റെയോ ചേഞ്ചിങ് റൂമിന്റെ അവിടെ അവൈലബിൾ ആണ്. സോ നമുക്കത് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. അത് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നി. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ജെൻ സൈഡ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ടോട്ടൽ ആയിരിക്കുന്നത് 400 രൂപയാണ്. 300 രൂപ ലോക്കറിനും അതുപോലെ തന്നെ 100 രൂപ ഒരു ഡെപ്പോസിറ്റ്. അപ്പോൾ ആ 100 രൂപ നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ ലഭിക്കും, തിരിച്ചു കിട്ടും നമുക്ക് കേട്ടോ. അപ്പൊ നമുക്ക് ലോക്കറിന്റെ കീ ആയിട്ട് ലഭിക്കുന്നത് ഇതുപോലൊരു റിസ്റ്റ് ബാൻഡ് ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ലോക്കർ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് നമ്മൾ അവിടെ നിന്ന് സ്കാൻ ചെയ്താൽ മതി. ലോക്കറിന്റെ അവിടെയുള്ള ആ ഒരു റീഡറിൽ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് റീഡ് ആവുകയും ലോക്കർ ഓപ്പൺ ആവുകയും ചെയ്യും. അങ്ങനെ മേഘമോള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എന്നാൽ ഞാനിപ്പോഴേ ഡ്രസ്സ് മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ലാൻഡ് റൈഡിലൊക്കെ കയറി കഴിഞ്ഞിട്ട് പതുക്കെ മാറാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് ലാൻഡ് റൈഡ്സിൽ കയറാൻ പോവാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ റൈഡ് എയർ റൈസ് ആണ്. അതിലാണ് നമ്മൾ കയറാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കത് കയറിയിട്ട് വരാം. ഓക്കെ, ഒരിക്കൽ ആ ചൊര ഇറങ്ങുമ്പോ ഇതിന്റെ പൊഴുക്കം അപ്പുറപ്പുറം ഭയങ്കരമായ കുഴി ഇറക്കല്ലേ. പണ്ടാരടങ്ങ് കിട്ടുണ്ടോ? പിടിച്ചാലും അമർത്തിയാലും നിൽക്കുന്നു. 10 മണി വ്യത്യാസത്തിന് ചേർന്നൊന്ന് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി. നമ്മൾ ഇരിക്കുന്നു കബഡി കിട്ടില്ല. പത്തോലേ കാത്തോളി.
ഒരൊറ്റ കുത്ത ആൽമരത്തിൽ 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 തന്നെ PWD നമ്മളെ വിളിച്ചിട്ട് അവാർഡ് അന്നോ അല്ല അന്നല്ല അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്തു വെച്ചിട്ട് പറയാണ് പറയാ ഈ സുലൈമാനല്ല അഭിമാനാണ്. വീണതല്ല അഭിമാനാണ്. എന്തായാലും തോന്നും ഇതൊക്കെ തമാശയാക്കും. സോ ഗൈസ്, നമ്മുടെ ട്രിപ്പ് അവസാനിക്കാൻ പോവുകയാണ്. നമ്മൾ കുളിച്ച ഡ്രസ്സൊക്കെ മാറി കുട്ടപ്പനും കുട്ടപ്പിയായിട്ട് വന്ന് നിൽക്കുക. അപ്പൊ എൻ്റെ 7ാമത്തെ പ്രാവശ്യമാണ് വണ്ടർലയിൽ. എത്ര വന്നാലും എടുക്കത്തില്ലല്ലേ വണ്ടർലയിൽ? നിന്റെ എത്രാമത്തെ തവണയാണ്? എന്റെ 4ാമത്തെ. സ്കൂളിൽ നിന്നൊക്കെ സ്ഥിരം ഇങ്ങോട്ടല്ലായിരുന്നു. അതെ 2002 ഞാൻ വന്നു തുടങ്ങിയ. 2002, 2006, 2008, 2012, 2015, 2017, പിന്നെ 2025. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞങ്ങൾ ശരിക്കും അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു. അപ്പോൾ സൂപ്പർ ആയിരുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ.